നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDA നിർണായക ശക്തിയായി മാറുമെന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് 35 സീറ്റുകളിൽ NDA മുന്നണിക്ക് വിജയിക്കാൻ കഴിയും. NDA അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇത്തവണ അതിശോക്തിയോ ട്രോളോ അല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നും സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കെ സുരേന്ദ്രന്റെ വരവോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ തന്നെ ഗ്ലാമർ മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് 10,000 12,000 വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ കാണുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. കാരണം അത് അവരവരുടെ അനുഭവങ്ങളാണ്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവിടെ ദില്ലിയിലുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വിചാരം, യാഥാർത്ഥ്യബോധം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ SARുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ UDF, മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഉയർത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിലീഷൻ ആപ്ലിക്കേഷൻ നൽകിയ മണ്ഡലം മഞ്ചേശ്വരമാണ്. ഈ പറയുന്ന ആരോപണം ശരിയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുക്കേണ്ട സ്ഥലം മഞ്ചേശ്വരമായിരുന്നു. ആകെ 124 ഡിലീഷൻ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 90 എണ്ണം നൽകിയത് UDF തന്നെയാണ്. അതൊരു കള്ളപ്രചരണമാണ്. ഇത്തവണ ന്യൂനപക്ഷ സഹോദരന്മാർ ധാരാളമായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ളൊരു നിലപാടാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ എല്ലാവരെയും അറിയാം. എൻ്റെ ജീവിതം എന്താണെന്നും ഈ മണ്ഡലത്തിലാണ് വലിയ കള്ളക്കേസുകൾ കഴിഞ്ഞ തവണ വന്നത്. എല്ലാം ചായക്കോപ്പയിൽ കൊടുങ്കാറ്റായിട്ട് മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ആക്ഷേപം BJPയെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം KR ജയൻ്റെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രം അത് BJP അല്ലാതെ അവരുടെ അണികൾ തന്നെ മറികടക്കാൻ തുടങ്ങിയല്ലോ. ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ LDFിലെ ധാരാളം വോട്ടർമാർ അവർ തന്നെ പരസ്യ രംഗത്ത് വന്നല്ലോ, ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. ആർക്കും തോന്നാവുന്നതല്ലേ ഉള്ളൂ. കാരണം ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവരുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുകയാണ്. കാരണം ഇത് ഈ UDFിനെ സഹായിക്കാനാണെന്നുള്ളത് പ്രചാരണം നടത്തേണ്ട. ഞങ്ങളങ്ങനെ പ്രചരണം നടത്തുന്നില്ല, പ്രചരണം നടത്തേണ്ട കാര്യമില്ല. കാരണം അണ്ടർസ്റ്റുഡാണ്, ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 35 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷ? 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നില്ലേ? 35 സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊട്ടക്കണക്ക് പറഞ്ഞതല്ല. 35 സീറ്റിൽ അത്രയും അടിത്തറ BJPക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്തവണ കുറേ കൂടി അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. കേരളത്തിൽ MP ഉണ്ടായി, കോർപ്പറേഷൻ മേയർ ഉണ്ടായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 35 സീറ്റുകളിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നണിക്കും പോകാൻ അത്ര ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് സംസ്ഥാനം നടക്കുന്നത്. NDA ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയോ ട്രോളോ ഇല്ല. ഇത്തവണ അന്നുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഏതാണ് ഈ 35 എന്താണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തോറ്റപ്പോഴും ആ 35 സീറ്റിൽ ഞങ്ങൾ നിർണായകമാണ്. ഞങ്ങൾക്കിപ്പോൾ 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. അത് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ലോക്സഭ കഴിഞ്ഞപ്പോൾ 9 സ്ഥലത്ത് ഞങ്ങൾ 11 സ്ഥലത്ത് ഞങ്ങൾ 1-ാം സ്ഥാനത്തായി, 9 സ്ഥലത്ത് ഞങ്ങൾ 2-ാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ് 15 സീറ്റുകളിൽ ഞങ്ങൾ 35,000-ൻ്റെ മുകളിൽ വോട്ട് നേടി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ ഞാൻ പറഞ്ഞ ഒരു പൊയ് വാക്കായിരുന്നില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ പരസ്പരം വൈരം മറന്ന് ഇവരെല്ലാ സ്ഥലത്തും ഒന്നിക്കുന്നത്. LDFും UDFും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള ഞങ്ങളുടെ ക്യാമ്പയിൻ ഫലപ്രദമായി ജനങ്ങളുടെ ഇടയിൽ അത് ഏശിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രചാരണങ്ങളും കാണിക്കുന്നത്. എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിറ്റിംഗ് MLA മാർ മാറി ഇങ്ങോട്ട്. പണ്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ?
സിറ്റിംഗ് MLA-മാർ ആ പാർട്ടി വിട്ട് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ കേരളത്തിൽ? അപ്പോൾ അത് ഒരു സൂചനയാണ്. എന്തായാലും മഞ്ചേശ്വരത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് 35ഓളം സീറ്റുകൾ, അതായത് നേരത്തെ കാസർഗോഡ് മത്സരിക്കാനെത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റോളം വിജയപ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ്. കെ ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.